ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ ഇറക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിലത്തെ ഒന്നാം സിനിമ നമ്മുടെ മമ്മൂക്ക അഞ്ജന ജയപ്രകാശ് കൂട്ടുകെട്ടിലൊരുങ്ങി ഒരു മാസീവ് ആക്ഷൻ ത്രില്ലർ ഭാഗത്തിലുള്ള സിനിമയായിരുന്നു. ടെർബോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വൈശാഖാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ ഒരു ഗംഭീര വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ സോണിൽ വഴി OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിൽ പുറമെ മറ്റ് ഭാരതീയ ഭാഷകളിൽ സിനിമ അവൈലബിൾ ആണ്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി നടത്താൻ ശ്രമിക്കുക. ഇന്ന് വൈകുന്നേരം 6:30 കൂടിയാണ് സിനിമ സോണി വഴി അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, സോണി ലിവ് സാധാരണ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യുന്നത് പോലെ തന്നെ അവർ ഇപ്രാവശ്യവും ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിലത്തെ ഒന്നാം സിനിമയാണ് നമ്മുടെ കമലഹാസൻ നായകനായെത്തി ശങ്കർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇന്ത്യൻ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇന്ന് രാത്രി 12 ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായിട്ട് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു മലയാള സിനിമയാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ബിജുമേനോൻ കൂട്ടുകെട്ടിലൊരുങ്ങി ഒരു കോമഡി ഡ്രാമ ഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു നടന്ന സംഭവം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയത് മനോരമാക്സ് ആണ്. മനോരമാക്സ് വഴി സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി നടത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു ഹിന്ദി സീരീസാണ് ലൈഫ് ഹിൽ ഗായി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസ് ഇന്ന് രാത്രി 12 ശേഷം മൾട്ടി ഓഡിയോയിൽ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം സീരീസിന് വേണ്ടി. അടുത്തൊരു ഹിന്ദി സീരീസ് തന്നെയാണ് ഗ്യാരഹ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസ് C5 വഴി ഇന്ന് രാത്രി 12 ശേഷം ഹിന്ദി ഭാഷയിൽ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സീരീസിന് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി നമ്മൾ ശ്രമിക്കുക. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമുള്ള സീരീസാണ്. ഓക്കെ, അടുത്തൊരു തെലുങ്ക് സിനിമയാണ് 7G എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ സോണി അഗർവാളൊക്കെ പ്രധാന റോളെത്തുന്ന ഒരു ഹൊറർ ത്രില്ലർ മാത്രമുള്ള സീരീസാണ്. ഈ സീരീസ് ഇന്ന് രാത്രി 12 ശേഷം തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം സീരീസിന് വേണ്ടി. ഓക്കെ, അടുത്തത് ഒരു ഡയറക്റ്റ് OTT ലിസ്റ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് നമ്മുടെ തെപ്സി പൊന്നുവൊക്കെ പ്രധാനം എത്തുന്ന സിനിമയാണ്. ഒരു റൊമാൻസ് ഡ്രാമ മാത്രമുള്ള സിനിമയാണ് പ്യാരി ആയി ഹസീൻ ദിൽ റുബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി 12 ശേഷം തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. നമുക്കെന്തായാലും സിനിമയുടെ മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി പ്രധാനം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമയും കൂടാതെ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി എടുത്താൽ ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു, കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തയക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ആരോടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.